അരുൺ, എന്തായാലും ഈ CBI അന്വേഷണം വൈകിപ്പിക്കുവാനായിട്ട് നീക്കം നടന്നു സംസ്ഥാന സർക്കാരിൽ നിന്ന്. ഇക്കാര്യം ഉറപ്പായിരിക്കുകയാണല്ലോ. ഏത് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള വൈകിപ്പിക്കലാണ് നടന്നത്? വിജ്ഞാപനം ഇറങ്ങിയിട്ടും എന്തുകൊണ്ട് ഈ പെർഫോമ റിപ്പോർട്ട്, അതുപോലെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത്, ഇവ കേന്ദ്ര മന്ത്രാലയങ്ങളിലേക്ക് പോയില്ല? മഞ്ജുഷ, 9-ാം തീയതിയാണ് സിദ്ധാർത്ഥന്റെ മാതാവിന്റെ അപേക്ഷ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി നേരിൽ കണ്ട് കൈമാറിയത്. CBI അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. അന്ന് തന്നെ അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയത് CBI അന്വേഷണത്തിന് കേസ് വിടാൻ തയ്യാറെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. അത് അദ്ദേഹം ആ വാക്കു പാലിച്ചു. 9-ന് വൈകിട്ട് തന്നെ ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സിദ്ധാർത്ഥന്റെ മരണം, ആ ക്രൈം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കി. അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് CBI ആണ് എന്ന വാദമാണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയാൽ മാത്രം മതിയാകില്ല. അതിനുശേഷം ചില നടപടിക്രമങ്ങളുണ്ട്. വിജ്ഞാപനം സ്വാഭാവികമായും സർക്കാർ ഇറക്കേണ്ടത് തന്നെയാണ്. അതിനുശേഷവും ചില നടപടിക്രമങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇത് CBI അറിയിക്കുക എന്നുള്ളതാണ്. 9-ാം തീയതി ഈ വിജ്ഞാപനം ഇറക്കിയ സർക്കാർ, ഈ തീരുമാനമെടുത്ത സർക്കാർ 16-നാണ് പിന്നീട് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഹെഡ് ഓഫ് ബ്രാഞ്ച്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBIയുടെ കത്രികക്കടവ് കലൂർ ഓഫീസിലേക്ക്, അവിടേക്ക് ഈ വിവരം, ഈ കേസ് CBIക്ക് വിടാനുള്ള സർക്കാർ താല്പര്യം അറിയിച്ചുകൊണ്ട് വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കത്ത് കൈമാറിയത്. അതിൽ ഒരാഴ്ച വൈകി എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട ഒരു വിഷയം, മുഖ്യമന്ത്രി ഇടപെട്ട ഒരു കേസ് ഒരാഴ്ച വൈകിച്ച് മാത്രം ഇത്തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി CBI അറിയിക്കുന്നു? സ്വാഭാവികമായും അവിടെ നടപടിക്രമം പൂർത്തിയാകുന്നു. എങ്കിലും ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16 അറിയിച്ച ശേഷവും പെർഫോമ, അതായത് ഈ കേസിന്റെ വിവരങ്ങളടങ്ങിയ പെർഫോമ CBI അന്ന് തന്നെ കൈമാറേണ്ടതാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ വീണ്ടും സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളെ കാണുകയും കേന്ദ്ര സഹമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഇന്ന് കാണുകയൊക്കെ ചെയ്തതിനു ശേഷമാണിപ്പോൾ അത്തരമൊരു നീക്കം ആഭ്യന്തര വകുപ്പിൽ നിന്ന് വീണ്ടും സജീവമാകുന്നത്. പെർഫോമ കൂടി CBI അറിയിക്കേണ്ട നടപടികളിലേക്ക് കടക്കുന്നത്. അങ്ങനെ അറിയിച്ചാൽ മാത്രമേ CBI ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കൂ. ആദ്യം അവർ അന്വേഷണം ആയിരിക്കില്ല ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ കേസ് പഠിച്ച ശേഷം പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം CBI അന്വേഷിക്കേണ്ട കേസാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ CBI ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും അതിന് താമസമുണ്ടാകും. നടപടിക്രമങ്ങളുടെ ഭാഗമായി കൂടുതൽ താമസമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാർ ഒരാഴ്ച എന്തിന് വൈകിപ്പിച്ചു. അതിനുശേഷവും 2 ആഴ്ച പിന്നിട്ടിട്ടും എന്തുകൊണ്ട് പെർഫോമ അയക്കാൻ തയ്യാറായില്ല? നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മടി കാണിച്ചു? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കും പോലെ, പ്രതിപക്ഷവും BJPയും ഒക്കെ ആരോപിക്കും പോലെ SFIക്കാരാണ് പ്രതികളിൽ പ്രധാനികൾ, SFIക്കാർ പ്രതികൾ ഉൾപ്പെട്ടവരുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു താമസം സർക്കാർ കേന്ദ്രങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. അതിലാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും സംശയം. ഇന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ കള്ളക്കളികൾ ഇപ്പോഴും നടക്കുന്നു. ആന്റി റാഗിംഗ് സമിതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 33 പേരുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നു. പിന്നീട് ഗവർണർക്ക് വിഷയത്തിൽ ഇടപെട്ട് അത് വീണ്ടും തിരുത്തേണ്ടി വരുന്നു. VC രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നു. അവിടെയാണ് വീണ്ടും ഇത്തരം സംശയങ്ങൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുണ്ടാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ തങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നു. ഗവർണറുടെ പൂർണ്ണ നിരീക്ഷണവും ഈ വിഷയത്തിലുണ്ട് എന്നതും വസ്തുതയാണ്. സർക്കാരിന്റെ ഭാഗത്ത്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നത് വസ്തുതയുമാണ്. ശരിയാണ് അരുൺ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള വീഴ്ചകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യം സംഭവിച്ചത് വൈസ് ചാൻസലർ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതാണ്. പിന്നീട് ഗവർണർക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടേണ്ടി വന്നിരുന്നു. ഇന്നും ഗവർണർ ഉറപ്പ് നൽകുകയാണ് ഇക്കാര്യത്തിൽ നീതി ഉറപ്പാക്കും സിദ്ധാർത്ഥന്റെ കുടുംബത്തിനെന്ന്. സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കണ്ടു. മുഖ്യമന്ത്രിയെ എന്തായാലും കാണുന്നില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള വൈകിപ്പിക്കലും അതുപോലെ തന്നെ ക്രമക്കേടുകളും ഉണ്ടായാൽ അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു.